ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ആരൊക്കെ ഇത് ഓപ്റ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എടി നീ എന്തൊക്കെയായിരുന്നു ഈ പറയുന്നേ? ഇതൊക്കെ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയുന്ന, നമ്മുടെ ചാനൽ മുമ്പ് വീഡിയോ ചെയ്തതാണല്ലോ അല്ലേ? അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ നീ ഒരു പക്ഷേയും പറയണ്ട, അവർക്ക് പറയേണ്ടത് SWP ആണ്. എന്ത് SWP? സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. പക്ഷെ നീ നോക്കിയേ, ക്യാമറ റോളിംഗ് ആണ്. ഞാനത് ഓൾറെഡി പറയാനും തുടങ്ങി. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അവർക്ക് മനസ്സിലാവും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ആണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. നിങ്ങളിപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്ഥിരമായിട്ട് ഒരു ജോലിക്ക് പോകാതെ നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനം ലഭിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് നേടിയെടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ടാക്സ് എഫിഷ്യന്റ് മെത്തേഡ് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെയിൻ ജോലിക്ക് പുറമെ എന്തെങ്കിലും ഒരു പാരലൽ ഇൻകം സ്ട്രീം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഞാനിത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിക്ക് ബൈറ്റ് ആയിട്ട് തോന്നിയോ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താണ് SWP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നുള്ളത് നോക്കാം. അപ്പോൾ SWPന്റെ ഫുൾ ഫോം വരുന്ന ഇതാണ്, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നാണ്. അപ്പോൾ SWP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നൽകുന്ന ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ഇതുവഴി നമുക്ക് റെഗുലർ ഇൻ്റർവെല്ലിൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു പേഴ്സണൽ പെൻഷൻ പ്ലാൻ പോലെ നിങ്ങൾക്ക് ഇത് ചിന്തിക്കാം. അപ്പം നിങ്ങളിവിടെ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് പേ ഔട്ട് ലഭിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് മുകളിൽ നിങ്ങൾക്ക് റിട്ടേൺസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് സാധിക്കും. ഇനി നിങ്ങൾ SWPനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് ഇൻ്റർവെല്ലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, അല്ലെങ്കിൽ ഇയർലി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളൊരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ. അതുപോലെ തന്നെ റെഗുലർലി നിങ്ങൾക്ക് യൂണിറ്റ്സ് വിഡ്രോ ചെയ്യാം. അപ്പോൾ മുന്നോട്ടേക്ക് ഇനി നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ക്വിസ് നടത്തിയാലോ? ഓക്കെ. സോ ആരാണ് ഇപ്പോൾ SWP ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ തരാം. അപ്പോൾ ഓപ്ഷൻ A കേട്ടോ, റിട്ടയർമെൻറ്റിലേക്ക് പ്ലാൻ ചെയ്യുന്ന ഒരാൾ. ഇനി ഓപ്ഷൻ B, ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് ഫൈനാൻഷ്യൽ ഗോൾ ഉള്ളൊരു വ്യക്തി, ലൈക്ക് ഇപ്പോൾ ഹോം ലോണൊക്കെ. ഇനി ഓപ്ഷൻ C, ടാക്സ് പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി. സോ ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഇവിടുത്തെ ചോദ്യം, ആരാണ് ശരിക്കും SWP ഓപ്റ്റ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് റൈറ്റ് ആൻസർ ഉണ്ടോ? അപ്പം നമുക്ക് എല്ലാവർക്കും ഫൈനാൻഷ്യൽ പ്ലാൻസ് ഉണ്ട്, നീഡ്സ് ഉണ്ട്, നമുക്ക് വാണ്ട്സ് ഉണ്ട്, അതുപോലെ ഗോൾസ് ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ? അപ്പോൾ ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ നേടിയെടുക്കണം നിങ്ങൾക്കുണ്ടോ? അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഗോൾസ് നേടിയെടുക്കണം എന്നുണ്ടോ? അങ്ങനെയെങ്കിൽ SWP നിങ്ങൾക്ക് പറ്റിയ ഒന്നാണ്. ഇപ്പോൾ ഒരു 401k റിട്ടയർമെൻറ്റ് പ്ലാൻ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ റിട്ടയർമെൻറ്റ് അക്കൗണ്ട്, അല്ലെങ്കിൽ ബ്രോക്കറേജ് ഫേംസിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ഉള്ളവർക്ക് SWP ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ചില ടൈപ്പ് അക്കൗണ്ടിൽ ഇപ്പം എയർലി വിഡ്രോവൽ ചെയ്യുവാണെങ്കിൽ റെസ്ട്രിക്ഷൻസോ പെനാൽറ്റീസോ ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ SWP ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അക്കൗണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങൾ എന്താ ആലോചിക്കുന്നത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? നിങ്ങൾ ഇങ്ങനെയല്ലേ ആലോചിക്കുന്നത്? ഈ പറഞ്ഞതൊക്കെ തിയററ്റിക്കൽ നോളജ് ഒക്കെ കൊള്ളാം, പക്ഷെ എങ്ങനെയാണ് ഈ SWP ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഇതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അപ്പം ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ആലോചിച്ചെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, നിങ്ങളിപ്പം ലൈക്ക് ചെയ്തതിന് സ്ഥിതിക്ക് ഞാൻ പറയാം SWP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ SWP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് NAV, അതായത് നെറ്റ് അസറ്റ് വാല്യൂ, അതുപോലെ തന്നെ യൂണിറ്റ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ കുറേ യൂണിറ്റുകളാണ്, അതായത് ചെറിയ പീസുകളെയാണ് നമ്മളിവിടെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഈ യൂണിറ്റ് ആണ് ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ യൂണിറ്റ്സ് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിറ്റ് ആണ് മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നമ്മുടെ ഓണർഷിപ്പിനെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫണ്ട് മൂല്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു X എമൗണ്ട് ആണെന്ന് വിചാരിച്ചോ, അത് പല യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് മൂല്യം എന്ന് പറയുന്നത് 2 കോടിയാണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ 10 ലക്ഷം യൂണിറ്റുകൾ നമുക്കിവിടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ 2 കോടി ഡിവൈഡ് ബൈ 10 ലക്ഷം. സോ ഇവിടെ 20 രൂപയായിരിക്കും നെറ്റ് അസറ്റ് വാല്യൂ അല്ലെങ്കിൽ NAV എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ പല സ്റ്റോക്കുകളുടെ ഒരു ബൊക്കെ പോലെയാണ്. അപ്പോൾ ഇതിൽ സ്റ്റോക്കുകളുടെ വില മാറുമ്പോൾ ഡെയിലി NAVയും മാറും. സോ SWPയിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ ബ്രോക്കറിനോട് നമ്മൾ പറയുകയാണ് റെഗുലർ ഇൻ്റർവൽ ആയിട്ട് ഒരു ഫിക്സഡ് നമ്പർ യൂണിറ്റ്സ് വിൽക്കാൻ. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എത്ര എമൗണ്ട് ഏൺ ചെയ്യുന്നോ അത് വിഡ്രോ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും പറയാം, അതായത് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൽ ഇത്ര ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യണമെന്ന്. കേട്ടപ്പോൾ സിമ്പിൾ ആണല്ലേ? പക്ഷേ ഈ ഒരു മാത്ത് നമ്മുടെ റിയൽ ലൈഫിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? അപ്പോൾ ഇതിനായിട്ട് നമുക്ക് രമേശിനെ എടുക്കാം. ഇപ്പോൾ രമേശ് ഒരു കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രമേശ് ഒരു 90 മണിക്കൂർ ജോലി ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ രമേശിന് SWPന്ന് റെഗുലർ പേ ഔട്ട്സ് ഉണ്ട്. അപ്പോൾ രമേശ് ഒരു 10 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 10,000 യൂണിറ്റ്സിലേക്കായിട്ട്. സോ ഇവിടെ ഒരു സിംഗിൾ യൂണിറ്റ് NAV വരുന്നത് എത്രയാണ്? 100 രൂപ അല്ലേ? അപ്പോൾ ഇവിടെ രമേശ് തീരുമാനിക്കുകയാണ് എല്ലാ മാസം അവസാനം 50,000 രൂപ വെച്ച് വിഡ്രോ ചെയ്യാനായിട്ട്.
അപ്പോൾ അടുത്ത 6 മാസത്തേക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാവുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മളിത് കാണിച്ചൊരു ഐഡിയൽ കേസ് സിനാരിയോ മാത്രമാണ്. റിയൽ കേസിൽ ഈൽഡ് റേറ്റ് അനുസരിച്ച് മാറ്റം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ രമേശ് 50,000 രൂപ വെച്ചാണ് വിഡ്രോ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളാണെങ്കിൽ എത്ര രൂപ വെച്ച് വിഡ്രോ ചെയ്തേനെ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ, ടോട്ടൽ കോർപ്പസ്, റിട്ടയർമെന്റ് പ്ലാൻ ഒക്കെ നമ്മുടെ എമൗണ്ട് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഇതുകൂടാതെ നമ്മൾ ഇൻഫ്ലേഷനും മാർക്കറ്റ് കണ്ടീഷനും കൂടി കണക്കാക്കണം. അപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് അനുസരിച്ച് നോക്കണം. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഈസിയാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ. ഒരു ചെറിയൊരു ഇൻസ്റ്റൻസ് വെച്ച് പറയാം. ഓൾ ഇന്ത്യ കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് പ്രകാരം 2023 ഡിസംബറിനെ വെച്ച് നോക്കുമ്പോൾ 2024 ഡിസംബറിൽ പ്രൊവിഷണൽ ഫുഡ് ഇൻഫ്ലേഷൻ റേറ്റ് 8.39% ആയിരുന്നു. അതായത് 2023 ഡിസംബറിൽ രമേശ് ഫുഡിലേക്ക് 10,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2024 ഡിസംബറിൽ 8.39% കൂടുതൽ സ്പെൻഡ് ചെയ്യണം. ഇപ്പം അതായത് പറഞ്ഞാൽ 10,839 രൂപ ഇപ്പോൾ സ്പെൻഡ് ചെയ്യണം. സോ ഓരോ വർഷത്തെ എസ്റ്റിമേറ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ് അനുസരിച്ച് അടുത്ത വർഷത്തെ വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ സെക്ടറിലും ഇൻഫ്ലേഷൻ റേറ്റ് ഡിഫറെന്റ് ആണ്. പക്ഷേ ഓരോ സെക്ടറിന്റെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ കുത്തിയിരുന്ന് കണക്ക് കൂട്ടുക എന്ന് പറയുന്നത് അത്ര നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഇവിടെ നമുക്ക് നെസസിറ്റീസ് ഒക്കെ നോക്കാം, ലൈക്ക് ഇപ്പോൾ ഫുഡ്, ഫ്യൂവൽ ഒക്കെ. ഇനി നമുക്ക് റിട്ടയർമെന്റിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ റിട്ടയർമെന്റ് സേഫ് ആൻഡ് കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു പെൻഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ. അപ്പം ഇതിനായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പല സ്ട്രീമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടയർമെന്റ് കോർപ്പസ് എത്രയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. അതായത് ഇൻവെസ്റ്റ്മെന്റ്സ്, സേവിങ്സ് അക്കൗണ്ട്, PPF എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കൂട്ടുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ 4% റൂൾ വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച ടോട്ടൽ കോർപ്പസിന് 4% എടുക്കുക. അതായിരിക്കും നിങ്ങളുടെ ആനുവൽ വിഡ്രോവൽ എമൗണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയാണ് നിങ്ങളുടെ റിട്ടയർമെന്റ് കോർപ്പസ് എങ്കിൽ ഇതിന്റെ 4%, അതായത് 2 ലക്ഷം രൂപയായിരിക്കും നിങ്ങളുടെ ആനുവൽ വിഡ്രോവൽ എമൗണ്ട്. ഇനി തേർഡ് സ്റ്റെപ്പിൽ നിങ്ങളുടെ ഈ ഒരു ആനുവൽ വിഡ്രോവൽ എമൗണ്ട് ഇൻഫ്ലേഷൻ ആയിട്ടൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇൻഫ്ലേഷൻ 8% ആണെങ്കിൽ ഇവിടെ വിഡ്രോവൽ എമൗണ്ട് 2,16,000 രൂപയാകും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ഒരു ഫോമുല നിങ്ങളുടെ പല കോസ്റ്റുകളൊക്കെ ഒന്ന് ഫാക്ടർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണിത്. അപ്പോൾ ഇതുകൂടാതെ നിങ്ങളുടെ വാണ്ട്സും നീഡ്സും സ്പെൻഡിങ് എബിലിറ്റിയും അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷനും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇപ്പോൾ SWP ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്ക് മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് സമയത്ത് വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻ വരുവാണ്. നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ മാത്രമല്ല ഇത് വരുന്നത്, ഇതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു, ഇതിലൊക്കെ നമുക്കൊരു ഡിസിപ്ലിൻ വരുവാണ്. ഇനിയിപ്പോൾ ഒരു മറു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒറ്റ അടിക്കാണ് നമ്മൾ എല്ലാ എമൗണ്ടും വിഡ്രോ ചെയ്തെടുക്കുന്നെങ്കിൽ അതെല്ലാം ഒറ്റ അടിക്ക് തന്നെ ചിലവാക്കാനുള്ള റിസ്ക് അതിലില്ലേ. അപ്പോൾ നമുക്ക് SWP വഴി ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മളൊരു ലംസം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ടൈമിംഗ് കൂടി നോക്കണം. അപ്പോൾ ഇവിടെ നഷ്ടം വരാനുള്ള സാധ്യതയും കൂടിയുണ്ട്. പക്ഷെ നമ്മൾ SWP ചെയ്യുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ നമ്മുടെ എമൗണ്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ SWP വഴി നമുക്ക് റുപ്പി കോസ്റ്റ് ആവറേജിങ്ങിന്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു റെഗുലർ ഇന്റർവെല്ലിൽ സ്ഥിരമായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ പല പ്രൈസ് പോയിന്റിലായിരിക്കും നമ്മളത് യൂണിറ്റുകൾ നമ്മൾ വിൽക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കൂടി നിൽക്കുമ്പോഴായിരിക്കും വിൽക്കുന്നത്, ചിലപ്പോൾ നമ്മൾ കുറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും ഇത് വിൽക്കുന്നത്. സോ ബൈ ടൈം നമുക്കത് ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ബെനിഫിറ്റ് വരുന്നത് SWP ബുള്ളിഷ് മാർക്കറ്റിൽ സ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ നിങ്ങളുടെ ടെന്യൂർ ഒക്കെ തീരാനാവുകയാണെങ്കിൽ അപ്വേർഡ് പ്രൈസ് മൂവ്മെന്റ് നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം. ഇപ്പോൾ വിഡ്രോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫണ്ട് വാല്യൂ കൂടുന്നത് കാണാം. ഇനി ലാസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ലഭിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലൊരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു പാസീവ് ഇൻകം ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ റിട്ടയർമെന്റ് പ്ലാനിലേക്ക് ഒരു പെൻഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇത് കണക്കാക്കാം. ഇനി നമ്മൾ ടാക്സ് ബെനിഫിറ്റ്സും കൂടി നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ലഭിക്കുന്നുണ്ട്. അപ്പം എത്ര നാളാണ് നിങ്ങൾ ഈ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നിങ്ങൾക്ക് വരാം. 2024 ജൂലൈ 23 പ്രകാരം ലോങ് ടേം അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നത് ഇങ്ങനെയാണ്. ഇനി SWP പ്രകാരം നിങ്ങൾക്ക് ഈ ഒരു സ്കീമിൽ ഡിവിഡൻസ് ഓപ്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇവിടെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഡിവിഡൻഡ് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ടാക്സ് ഇവിടെ അടയ്ക്കേണ്ടി വരില്ല. അപ്പോൾ SWP വഴി നിങ്ങൾ ടാക്സ് അറ്റ് സോഴ്സ് പേ ചെയ്യേണ്ടി വരില്ല. പക്ഷേ ക്യാപിറ്റൽ ഗെയിൻസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ഹയർ ടാക്സ് ബ്രാക്കറ്റിലുള്ള വ്യക്തികൾ SWP ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റീസൺസ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻസിൽ അവർക്ക് TDS അടയ്ക്കേണ്ടി വരില്ല. ഇപ്പോൾ ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്സ് എന്നുള്ള ക്യാപിറ്റൽ ഗെയിൻസ് മോഡറേറ്റ് റേറ്റിലായിരിക്കും ടാക്സ് ചെയ്യുന്നത്. പിന്നെ ഡെറ്റ് ഓറിയന്റഡ് ഫണ്ട്സ് മോഡറേറ്റ് റേറ്റിലാവും ടാക്സ് ചെയ്യുന്നത്. കാരണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. ഇപ്പം നിങ്ങൾക്ക് SWP എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മളൊരു SWP പ്ലാൻ ചെയ്യും മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളൊരു SWP പ്ലാൻ ചെയ്യും മുമ്പ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ നീഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കറ്റ് കണ്ടീഷൻ ഇൻഫ്ലേഷൻ കൂടി കണക്കാക്കണം. പിന്നെ എമർജൻസി ഫണ്ടും കൂടി നിങ്ങൾ പ്ലാൻ ചെയ്യണം. പിന്നെ ഒരു SWP നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ എക്സ്പേർട്ടായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ അവർക്ക് നിങ്ങളെ കുറച്ചും കൂടി സഹായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് എത്ര എമൗണ്ട് വെച്ച് വിഡ്രോ ചെയ്യണം, എത്ര നാളത്തേക്ക് ഈ ഒരു ഫണ്ട് ലാസ്റ്റ് ചെയ്യാം,
നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ അവർക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയിപ്പം ടാക്സ് എഫിഷ്യൻസി അതുപോലെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അതായത് നിങ്ങളുടെ മെയിൻ ലക്ഷ്യം അതാണെങ്കിൽ പല റെഗുലേഷൻസിലുള്ള കോംപ്ലക്സിറ്റീസ് ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയെങ്കിൽ ടാക്സ് സേവ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടെത്താം. അതുപോലെ തന്നെ ഒരു ബെറ്റർ പേ ഔട്ട്സ് നിങ്ങൾക്ക് നേടാം. ഇനി നിങ്ങൾക്ക് ഗ്രോയിൻ്റെ SWP കാൽക്കുലേറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ റേറ്റ്, ഓരോ മാസം നിങ്ങൾ വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, നിങ്ങളുടെ ടെന്യൂർ, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ബാക്കിയുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, എന്താണ് SWP എന്നുള്ളത് നോക്കി, എങ്ങനെയാണ് SWP വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് യൂണിറ്റ്സ്, അതുപോലെ നെറ്റ് അസറ്റ് വാല്യൂ എന്നുള്ളത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരു റെഗുലർ ആയിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് എങ്ങനെയാണ് NAVs വിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം SWPയിൽ എത്ര എമൗണ്ട് വെച്ച് നമ്മൾ വിഡ്രോ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 4% റൂൾ നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ SWPന്റെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ടാക്സ് ബെനിഫിറ്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ SWP തുടങ്ങും മുമ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ഇത്രയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പം ഇന്ന് നിങ്ങൾക്ക് SWPനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് SWP ഒക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ടോപ്പിക്സും കൂടി നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അത് അടുത്ത വീഡിയോസിലായിട്ട് നമുക്കത് കവർ ചെയ്യാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.